നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. തടി എന്ന സിനിമയില് മണിയമ്പിള്ള രാജേട്ടന്റെ ഹോട്ടൽ വൈറ്റ് ഫോർട്ടിലായിരുന്നു പുള്ളിക്കാരന്റെ ഹോട്ടൽ. എനിക്ക് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പുള്ളിക്കാരൻ ഞാൻ അവിടെയാണെന്ന് അറിഞ്ഞിട്ട് പുള്ളി അങ്ങോട്ടും ചോദിച്ചു വാങ്ങിച്ചു. ഡെലിബറേറ്റ്ലി ഹീ ടുക്ക് എ റൂം ദേർ. എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അത് എന്നോട് പറഞ്ഞു, ഞാനിന്ന് റൂമിൽ വരും കേട്ടോ. അമ്മയോ അങ്ങനെ പറഞ്ഞു പറ്റത്തില്ല, ഞാൻ ഇന്ന് റൂമിൽ വരും. ഞാൻ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ ഇനി വരുമോ ഇല്ലയോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. ഞാൻ കിടന്നു തുടങ്ങി. അപ്പോൾ ഒന്ന് കഥയെ വന്ന് മുട്ടി, ഞാൻ തുറന്നില്ല, അവിടെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ് ഫോണിൽ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ലാൻഡ് ഫോണിൻ്റെ വയറില്ലേ, അതും ഞാൻ ഊരി കളഞ്ഞു. ഞാൻ അവിടെ കിടന്നു, നല്ല ടയേർഡായിരുന്നു, ചെന്നൈയിൽ നിന്നാണ് വന്നത്. സന്തോഷായി, നല്ല സന്തോഷമായി. അപ്പോൾ അതിൻ്റെ ആ ദേഷ്യം എന്നോട് ഈ പറഞ്ഞ ഗായത്രിയുടെ ഒക്കെ മുമ്പ് വെച്ചെന്നോട് ആ ദേഷ്യം തീർത്തു. എന്തൊക്കെയോ അത് ശരിയാകത്തില്ല, ഇങ്ങോട്ട് മാറിയിരിക്കും, അങ്ങോട്ട് ചുമ്മാ അൺനെസസറിലി. കാശിബാബുവിൻ്റെ സിനിമയായിരുന്നു. അപ്പം എന്നോട് ഗായത്രി ചോദിച്ചു, എന്ത് പറ്റി, എന്താ രാജേട്ടന് ഭയങ്കര ദേഷ്യമാണല്ലോ മിന്നുനോട്. അപ്പോൾ ഞാൻ ഗായത്രി എടുത്ത് ഷെയർ ചെയ്തു, ഇതായിരുന്നു എന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു മെന്റൽ ടോർച്ചർ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.